വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൻ. ഇന്ന് നമുക്ക് വെള്ള കടല ഉപയോഗിച്ച് ഒരു ഡ്രൈ മസാല കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഞാനിവിടെ 1.5 കപ്പ് വെള്ളക്കടല ഒരു 7-8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്ത് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 8 മണിക്കൂറെങ്കിലും വെള്ളക്കടല കുതിർത്തിയെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. ഈ കറി പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ കറി തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വേണം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് ചതച്ചത്, ഫൈൻ പൗഡറല്ല, 1-2 ചതച്ച കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കടല വേവിക്കാൻ ആവശ്യമുള്ള വെള്ളവും വേണം. നമുക്കിനി കറി തയ്യാറാക്കി തുടങ്ങാം. ആദ്യം നമുക്ക് വെള്ളക്കടല കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് വെള്ളക്കടല കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു നുള്ള് മുളക് പൊടി, ഒരു നുള്ള് മല്ലിപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കുറച്ച് വെളുത്തുള്ളി, ഒരു പിടിയോളം സവാള, ഒരു 3-4 കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് വെള്ളം. ഇത് ഒരുപാട് നമ്മൾ ലൂസായിട്ട് തയ്യാറാക്കുന്ന കറിയല്ല, അതുകൊണ്ട് കടല വെന്ത് കിട്ടാൻ ആവശ്യമുള്ള വെള്ളം ഇതിനകത്ത് ചേർത്താൽ മതി. ഇനി ഈ കുക്കർ അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. വെള്ളക്കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒരുപാട് വെന്ത് ഉടഞ്ഞിട്ടില്ല. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഇതിനകത്ത് വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ, അതും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാം. ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ എണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണും കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റാം. ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി എന്നിവ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വാടി വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് സവാളയും തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 4-5 മിനിറ്റ് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് നമുക്ക് വേണ്ടി വരും. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ആ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഈ മുളക് പൊടിയെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. 1 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടണം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ച് നമുക്ക് ഡ്രൈ ആയിട്ടിത് ഒന്ന് പുരട്ടി എടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം വേണം നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കടല നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഉപയോഗിക്കാം. അത് ഞാൻ ഏകദേശം നല്ല എരിവ് ചേർത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ അളവിനനുസരിച്ച് എരിവിൻ്റെ അളവ് ക്രമീകരിക്കാവുന്നതാണ്. നമുക്കൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം.
വളരെ രുചികരമായ വെള്ളക്കടല ഡ്രൈ മസാല തയ്യാറായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെല്ലാവരും തീർച്ചയായിട്ടും പരീക്ഷിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.